സ്വർഗവാണിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നല്ല ഒരുപിടി ഗാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ ഹാപ്പി ഉള്ള ഒരു ദിവസമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കോളിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. നമുക്ക് ആ കോൾ എടുത്തതിന് ശേഷം തിരിച്ചു വരാം. ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ബിനു അലക്സ്. ബിനു അലക്സ്. ബിനു അലക്സ് എവിടുന്നാ വിളിക്കുന്നത്? തിരുവല്ലയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ചേട്ടാ എന്ത് ചെയ്യുന്നു? ഞാനൊരു ദൈവവേലക്കാരാണ്, പാസ്റ്ററാണ്. പാസ്റ്ററാണല്ലേ? ഓ ശരി, അങ്ങനെ കേട്ടതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു. എവിടാ പാസ്റ്റർ? ഇപ്പം ഏത് ചർച്ചിലാ? തിരുവല്ല ചർച്ചിൽ തന്നെയാണോ? തിരുവല്ല JC ചർച്ച്, ജീസസ് ക്രൈസ്റ്റ് കോൺഗ്രിഗേഷൻ സെന്റർ ചർച്ചാണ് ഞങ്ങളുടെ ചർച്ച്. ഓ ശരി. അപ്പം പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരി പാട്ട് പാടാമോ? ഓ ആയിക്കോട്ടെ, എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ പാടാം. ആയിക്കോട്ടെ, ശരി. ഓക്കെ, ഒരു 2 വരി പാട്ട്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോ സ്തുതി. വളരെ ബ്ലെസ്ഡ് ആയിരുന്നു കേട്ടോ. എന്റെ പേര് ഫേബ. ഓക്കെ, താങ്ക് യു. കൂടെ ഉള്ളത് എബി. അപ്പൊ ഞങ്ങള് പാസ്റ്റിന് വേണ്ടിട്ട് എന്തായാലും പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെ ഓർക്കുക കേട്ടോ. ഞങ്ങള് പാസ്റ്റിന് ഒരു പാട്ട് പാടിത്തരാം. ഓക്കെ, പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് വിളിച്ചത് ബിനു പാസ്റ്റർ തിരുവല്ലയിൽ നിന്നും. അപ്പം വളരെ മനോഹരമായിട്ട് പാട്ടൊക്കെ പാടി. അതെ, സുവിശേഷങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നമുക്കൊരു നല്ലൊരു പാട്ട് പാടിയിട്ട് തിരിച്ചു വരാം. ഓക്കെ. ശബ്ദം നീ കേൾക്കുന്നില്ലയോ? തക്കം നീ നോക്കുന്നില്ലയോ? പിശാചിൻ മനം വെക്കം ഹരിപ്പാനയോ? തൃക്കണ്ണാൽ എന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി. തൃക്കണ്ണാൽ എന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി. വെക്കം നിൻ മണവാട്ടി ആക്കിക്കൊള്ളുവാൻ പ്രിയ. കാന്താ താമസം ഇന്തഹോ വന്നിടാനേശു. കാന്താ താമസം ഇന്തഹോ. കാന്താ താമസം ഇന്തഹോ വന്നിടാനേശു. കാന്താ താമസം ഇന്തഹോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട
പാട്ടാണ്. നമ്മുടെ കോളേഴ്സ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് കോൾ വെയിറ്റിംഗ് വന്നുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഈ പാട്ട് കംപ്ലീറ്റ് പാടിയനെ. അതെ വളരെ നല്ല ഇതിനൊരു വെർഷൻ എന്ന് പറഞ്ഞാൽ യേശുദാസ് പാടിയ വെർഷനാണ് ഇപ്പോൾ നമ്മൾ പാടിയത്. ഒരു സെമി ക്ലാസിക്കൽ വേർഷനാണ്. അതെ, ശരിക്കും ഞാൻ ഈ പാട്ട് ഒത്തിരി പഴയ പാട്ടല്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ വിൽസരാജ് പാടിയാണ് കേൾക്കുന്നത്. അതെ അതെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷനും ഈ പാട്ടിനോട് കാണിക്കുന്ന ഒരു ഫീലും ഒക്കെ, അതാണ് എനിക്ക് പാട്ട് ഇത്രയും ഇഷ്ടമായിട്ടുള്ളത്. ഇതിന്റെ മറ്റൊരു ക്ലാസിക്കൽ വേർഷൻ അതും വളരെ മനോഹരമാണ്. നമ്മുടെ കോളർ വെയിറ്റിംഗിലാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ശരി, ഓക്കെ. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? എന്റെ പേര് സിജോ, ഞാൻ തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ നിന്നല്ലേ? ഷിജോ ചേട്ടാ, എന്തുകൊണ്ട് വിശേഷമൊക്കെ? ഷിജോ അല്ലേ? സിജോ. നല്ല വിശേഷം, നന്നായിട്ടിരിക്കുന്നു. സിജോ ആണോ ഷിജോ ആണോ? സിജോ. ഓക്കെ, സിജോ. എന്തുകൊണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നുണ്ടോ? പ്രോഗ്രാം ഒക്കെ എടുക്കാറുണ്ട്. വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു? വീട്ടിലെല്ലാവർക്കും സുഖം. ഓക്കെ, എനിവേ എന്തായാലും വിളിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പവർഫുൾ സോങ്. അതെ അതെ, എനിക്കത് നമ്മുടെ നാട്ടിൽ എഴുതിയ ഒരു പാട്ടാണ്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഒരുപാട് പാട്ടുകൾ, നല്ല പാട്ടുകൾക്കിടയിൽ ഈ ഒരു പാട്ടൂടെ. അതെ, അപ്പൊ അതെനിക്കൊന്ന് എത്ര പാടിയാലും അതിന്റെ ഒരു പകിട്ട് മാറത്തില്ല ഈ പാട്ട്. അതെ അതെ, ശരി ശരി. നമ്മുടെ അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് പോയി കോൾ അറ്റൻഡ് ചെയ്ത്. ഓക്കെ, തീർച്ചയായിട്ടും. ഹലോ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതാരാ വിളിക്കുന്നത്? ഞാൻ മാവേലിക്കരന്നാണ് വിളിക്കുന്നത്. സാലിം എന്റെ പേര്. സാലി ചേച്ചി, എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങളുടെ ഈ പ്രോഗ്രാം കാണാറുണ്ട്. എനിക്ക് പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. ആണല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചി സ്ഥിരം പ്രേക്ഷകയാണല്ലേ? അതെ അതെ അതെ. ആരൊക്കെയുണ്ട് ചേച്ചി വീട്ടിൽ? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, അമ്മച്ചിയുണ്ട്. ആണല്ലേ? സാലി ചേച്ചി, എങ്ങനെയുണ്ട് നാട്ടിൽ? മഴയൊക്കെ ഉണ്ടായിരുന്നോ, അതോ ഇപ്പം വെയിലായോ? ഇല്ല 2-3 ദിവസമായിട്ട് ഇവിടെ ഒന്നും മഴയില്ല. ഇല്ലല്ലേ? നമുക്ക് മാവേലിക്കരയിൽ ഒത്തിരി പ്രേക്ഷകർ കൂടി വരുന്നതാണ്. ഇന്നത്തെ കോളിൽ കൂടുതലും മാവേലിക്കരയിൽ നിന്നുള്ളവരുണ്ട് കേട്ടോ. അതിൽ ഞങ്ങളും മാവേലിക്കരക്കാരാണ്. ആണോ? അതെ, മാവേലിക്കര കല്ലുമല. കല്ലുമല, ഞങ്ങള് ഹരിപ്പാട്. ഓക്കെ ഓക്കെ ചേച്ചി, ഇപ്പം സാലി ചേച്ചി ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകയാണ് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പം ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? അയ്യോ, എനിക്ക് പാട്ടോ പാടാൻ അറിയത്തില്ല.
കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാൽ ഞങ്ങളത് പാടാം. ഞങ്ങളത് പാടാം. ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞാൽ ഞങ്ങൾ പാടാം. പാടാവോ? പാടാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഓക്കെ. ഓ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ ആ പാട്ട് ചേച്ചിക്ക് വേണ്ടി പാടും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേച്ചി, അപ്പം വീണ്ടും വിളിക്കണം കേട്ടോ. വിളിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ ഓക്കെ. ഈ പാട്ട് ചേച്ചിയുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അല്ല, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയുമ്പോൾ 2 പാട്ടുണ്ട്. അതെ അതെ, നമ്മുടെ കോള് കട്ടായി. നമ്മളെ വിളിച്ചത് സാലി ചേച്ചിയാണ്. നമുക്കിന്ന് കണ്ടിന്യൂസ് മാവേലിക്കരക്കാരുടെ കോളാണല്ലോ. ഓക്കെ, നമുക്കിപ്പോൾ ചേച്ചി പറഞ്ഞ 2 പാട്ടുണ്ട്. ഇത്രത്തോളം യഹോവ സഹായിച്ചുകൊണ്ട്, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. നമുക്ക് ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ. അപ്പം ആ ഒരു പാട്ട് ചേച്ചിക്ക് വേണ്ടി പാടാം. വളരെ മനോഹരമായ മറ്റൊരു ഗാനം, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ. നമ്മളിപ്പം വിളിച്ച സാലി ചേച്ചിക്ക് അതൊരു ബ്ലെസ്സിങ് ആയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത കോളർ വെയിറ്റിംഗിലുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ഹലോ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്റെ പേര് സുമേഷ് എന്നാണ്. സുമേഷ് ബ്രദർ എവിടെയാണ്? സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം തന്നെയാണ് സ്ഥലം. തിരുവനന്തപുരം തന്നെയാണ്. എന്താ ജോലി എന്താണ്? അതെ അതെ അതെ, അതൊരു പ്രൈവറ്റ് ഫാമിലി ഞാൻ വർക്ക് ചെയ്യാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഫാമിലി ഉണ്ട്, വൈഫുണ്ട്, പപ്പ അമ്മ. ഓ ശരി, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സിസ്റ്റർ ഫാമിലി ഉണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സുമേഷ് നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? പ്രോഗ്രാം ഞാൻ ആക്ച്വലി യൂട്യൂബിലാണ് ഞാൻ സ്ട്രീം ചെയ്ത് കാണുന്നത്. റെഗുലറായിട്ട് കാണാറില്ലെങ്കിലും ഞാൻ പറ്റുമ്പോഴെല്ലാം ഞാൻ കാണാറുണ്ട്. വലിയ ഇഷ്ടമാണ് ഈ പ്രോഗ്രാം. ആണോ? അപ്പം സുമേഷ് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു 2 വരി പാട്ട് പാടാവോ? പാടാം, കുഴപ്പമില്ല. ഓക്കെ, പാടിക്കോ. ഒരു വാക്ക് ചൊല്ലാം, ഒരു നോക്കു കാണാം, യേശുവേ നീ വരൂ, എന്നോട് ചേരാം, എന്നുള്ളിൽ വാഴാം, എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പോ, എന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. സുമേഷേട്ടാ വളരെ മനോഹരമായിട്ട് പാടിയിരിക്കുന്നു. സിംഗർ ആണല്ലോ. ഈ പാട്ട് ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി കേട്ടോ. കാരണം പണ്ട് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ ഈ പാട്ടിനെ പറ്റിയുള്ള ഓർമ്മ എന്ന് പറയുമ്പോൾ ഇതില് ലോർഡ് ജീസസ് ആൽബം ആണെന്ന് തോന്നുന്നു. ഞാൻ +2 പഠിക്കുന്നതാണ്. ഇത് ഓഡിയോ കാസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ്.
അന്ന് വന്നപ്പോ ഇതിലെ ട്രാക്കുകളെല്ലാം ഹിറ്റായിരുന്നു. അതെ 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 ജീവിതത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുത്, അതെല്ലാം അപ്പം ഇതിന്റെ പീറ്റർ സേരാമൻ സാറിന്റെ ഒരു ടോപ്പ് ടൈമിലുള്ള അദ്ദേഹവും ബേബി ജോൺ കലാന്തനി സാറുമായിട്ടുള്ള കോമ്പോയിൽ വന്ന ഭയങ്കര ഉഗ്രൻ പാട്ട്. അപ്പൊ അതുപോലെ ചർച്ചകളിലെല്ലാം ഭയങ്കരമായിട്ട് ഹിറ്റായ പാട്ടും അതെ. പണ്ട് ഈ ഓർമ്മകളുണ്ട്. കാസറ്റുകളൊക്കെ ആയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ആദ്യത്തെ ഡയലോഗ് തൊട്ട് ഭയങ്കര കാണാപ്പാടായിരുന്നു ഈ പാട്ടൊക്കെ. അതിനല്ല മത്സരങ്ങളിൽ ഈ ടാലന്റ് ടെസ്റ്റുകളിലൊക്കെ ഞാൻ ഒരുപാട് പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ നമ്മൾ ഇതിലെ ഈ നെഞ്ചകം നിറയെ വിതുമ്പും ആ വരികളൊക്കെ പാടുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഫീലൊക്കെ ഉണ്ടാക്കി പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ ക്രിസ്ത്യൻ പാട്ടിൽ നിന്ന് മാറി ഒരു ഡ്യുവറ്റിന്റെ ഒരു ഭംഗി മാറി മാറി പാടുന്നു. അതെ അതെ അതെ. അപ്പൊ സുമേഷ് ചേട്ടാ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഈ പാട്ട് കേട്ടതിലും. ഒത്തിരി നേരം സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മുടെ ടൈം തീരാൻ പോവുകയാണ്. വലിയ സന്തോഷമുണ്ട്. എന്റെ ജീവിതത്തിലെ ഒരു വളരെ അനുഗ്രഹപ്പെട്ട ഒരു ന്യൂസ് അറിഞ്ഞിട്ട് നിൽക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഇതിൽ വിളിക്കാൻ പറ്റിയാൽ എനിക്ക് വലിയ സന്തോഷം. പെട്ടെന്ന് ഷെയർ ചെയ്തു. എന്താണ് ആ ന്യൂസ്? ഞാൻ പിന്നീട് ഷെയർ ചെയ്യാമെങ്കിലും അത് പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ ഏത് പാട്ടാ പാടണ്ടേ സുമേഷ് ചേട്ടന് വേണ്ടിട്ട്? ഏത് പാട്ട് പാടിയാലും ഇതായിരിക്കും. കാരണം നമ്മൾ പാടുന്നതിനേക്കാളും ഒരു എന്ത് പറയാ, ഞാൻ ഈ പ്രോഗ്രാം കാണുമ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിൽ നിന്നൊരു പാട്ട് വരുമ്പോഴാണ്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു പാട്ട് വരുമ്പോൾ. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ സന്തോഷ വാർത്ത എന്നും സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക്സ്. നമുക്കൊത്തിരി സന്തോഷമുണ്ട് സുമേഷ് ചേട്ടൻ അതേപോലുള്ള നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാനുണ്ട്. പക്ഷെ നമുക്കൊരു ടൈം ഒരു വലിയ ഫാക്ടറാണ്. നമ്മുടെ കോളേജൊക്കെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് പെട്ടെന്ന് പാടി തിരിച്ചു വന്നിട്ട്. ഓക്കെ. ഈ ഒരു ഇദ്ധരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്നുള്ള പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ ടൈം ഇവിടെ തീരുകയാണ്. അപ്പം ഇത്രയും നേരം ഞങ്ങളെ സ്നേഹത്തോടെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പാട്ടുകളൊക്കെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അതിലുപരി നിങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ സ്വന്തം വീട്ടിലംഗങ്ങളായി കാണുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം വീണ്ടും വീണ്ടും നിങ്ങളോട് സംസാരിക്കുവാനുള്ള ഒരു അവസരം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വീണ്ടും നല്ലൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ചൊല്ലുന്നു.